മലബാർ മേഖലയൊക്കെ കടന്ന് വി.ഡി. സതീശന്റെ സ്വന്തം എറണാകുളം ജില്ലയിലേക്ക് കടക്കുകയാണ്. ആവേശം വാനോളം ഉയരുമോ? മലബാറിനേക്കാൾ ആവേശം എറണാകുളത്ത് ലഭിക്കുമോ? തീർച്ചയായിട്ടും ആവേശത്തിന് ഒരു തരത്തിലും കുറവ് സംഭവിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ ആവേശത്തോടെ തന്നെ ഈ ആലുവയുടെ മണ്ണ് സ്വീകരിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ട് നാളുകളേറെ ആയി. ഒരുപാട് നാളത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ആലുവയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരുകയാണ്. ഏറ്റവും ആവേശത്തോടെ തന്നെയാണ് ഈ ഭരണപക്ഷത്തിന്റെ ഈ പറയുന്ന എത്ര തന്നെ ഈ യാത്രയെ ഇല്ലാതെയാക്കാൻ, ഈ യാത്രയെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പറ്റാത്ത തരത്തിലേക്ക് ഈ യാത്രയുടെ വിജയം മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സൈഡില് വേറൊരു തരത്തിലൊരു യാത്ര നടക്കുന്നുണ്ടെങ്കിലും ആ യാത്ര വലിയ ജനാവലിയാണെന്ന് കാണിക്കാൻ ബ്ലോക്ക് ഉണ്ടാക്കുകയും അതുപോലെയുള്ള ആളുകളെ തിരികെ കയറ്റുകയും ഒക്കെ ചെയ്തിട്ട് ഒഴിഞ്ഞ കസേരകളും ഒഴിഞ്ഞ വേദിയും ആ വേദിയിൽ കാണിച്ചു കൂട്ടുന്ന എന്ത് ചെയ്താലും എല്ലാം അബദ്ധത്തിലേക്ക് മാറുന്ന തരത്തിലേക്കാണ് പ്രതിപക്ഷത്തിന്റെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നവകേരള സർവേ ഭരണപക്ഷത്തിന്റെ നവകേരള സർവേ ഹൈക്കോടതി തന്നെ വിലക്കിട്ടു. അതിന് മുമ്പ് തന്നെ 20 കോടി ഖജനാവിൽ നിന്ന് മുടക്കി ഒരുപാട് ഹോർഡിങ്സുകളും ഒക്കെ കെട്ടിപ്പൊക്കിയെങ്കിലും അതെല്ലാം വെള്ളത്തിലായി എന്നുള്ളതിന്റെ തെളിവാണ് യാത്രയുടെ തന്നെ.